ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സ്റ്റീലിൻ്റെ ടാങ്കോ അല്ലെങ്കിൽ വാട്ടർ ടാങ്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് തരുന്ന സ്റ്റാൻഡ് നമുക്ക് ഹൈറ്റ് കുറയാതെ കുറവായിട്ട് ചിലപ്പോൾ സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഏരിയകൾ നമുക്ക് എക്സ്ട്രാ സ്റ്റാൻഡ് എങ്ങനെ ബലപ്പെടുത്തി ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്റ്റീലിൻ്റെ ടാങ്ക് നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ വയ്ക്കുന്ന സമയത്ത് സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നും ഏറ്റവും കുറഞ്ഞതൊരു 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 70 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ പൊങ്ങി നിൽക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ സോളാറിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലോ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനും അത് ഡാമേജ് കാര്യങ്ങളാവാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വന്നിരിക്കുന്നത് സ്റ്റീലിൻ്റെ ടാങ്കിൻ്റെ കൂടെ തന്നിരിക്കുന്നത് സ്റ്റീലിൻ്റെ തന്നെ അതിൻ്റെ സ്റ്റാൻഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ ഒരു GAയിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ്ങിൽ വേണം. ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പിൻ്റെ സ്ക്വയർ പൈപ്പ് വേണമെങ്കിൽ സ്ക്വയർ പൈപ്പ് കൊടുക്കാം, റൗണ്ട് പൈപ്പ് വേണമെങ്കിൽ റൗണ്ട് പൈപ്പ് കൊടുക്കാം. റൗണ്ട് പൈപ്പാണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. റൗണ്ട് പൈപ്പ് തന്നെ നമ്മൾ അതേ ആകൃതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഒരു കോളം പോലെ അടിച്ചതിന് ശേഷം ഒരു സ്ക്വയർ അടിച്ചതിന് ശേഷം ഒന്ന് മുകളിലേക്ക് കയറി നിൽക്കുന്ന വേണമെങ്കിൽ ചെയ്തിട്ട് ആ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് കയറി നിൽക്കാവുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വെക്കുന്ന രീതി, അതായത് സ്റ്റാൻഡ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഈ പറയുന്ന മെയിൻ സ്റ്റാൻഡിൽ താഴത്തെ മെയിൻ സ്റ്റാൻഡിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി. വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ക്ലിയർ ചെയ്യണം. എന്നാൽ മാത്രമേ ഫുൾ ലോഡ്, ഇപ്പോൾ കൊടുത്തിരിക്കുന്നതിൻ്റെ ഫുൾ ലോഡ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഓരോ സ്റ്റാൻഡിൻ്റെ ബേസ്മെൻറ്റ് കണ്ടോ, ഓരോ സ്റ്റാൻഡിൻ്റെ ബേസ്മെൻറ്റിൽ വെൽഡ് ചെയ്ത് കറക്റ്റാണ് ചെയ്തിരിക്കുന്നത്. അത് ഓരോന്നും താഴെ നമ്മൾ കറക്റ്റ് ചെയ്ത് ആങ്കർ ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും മറിഞ്ഞ് പോകാനുള്ള ചാൻസസും കുറവാണ്. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പരന്നാണ് ചെയ്യുന്നതെങ്കിൽ സ്ക്വയറായിട്ട് പരത്തി അതിൻ്റെ മുകളിലാണ് ഈ സ്റ്റാൻഡ് ഇരുത്തുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളില്ല. പക്ഷേ ഇതേ അളവിൽ തന്നെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നതെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് താഴെ ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ ചിലപ്പോൾ ഷെയ്ക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഷെയ്ക്ക് വരുന്ന സമയത്ത് മൊത്തം ഒന്നിച്ച് മറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതിൻ്റെ ബേസ്മെൻറ്റ് ഇട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ നേരെ ക്രോസ് ബാർ കൊടുത്തിട്ടുണ്ട്. ക്രോസ് ബാറും ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്തതിന് ശേഷം ക്രോസ് ബാർ കറക്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രോസ് ബാറിലാണ് ഫുൾ വെയിറ്റ് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് സ്റ്റാൻഡ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ കൊടുത്തിരിക്കുന്ന അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നത് 70 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. പിന്നെ അതിൽ നിന്ന് മുകളിലേക്ക് വരുന്നത് നമുക്ക് അതിൻ്റെ തന്നെ സ്റ്റീലിൻ്റെ ടാങ്ക് ഏകദേശം ഒരടിയോളം സ്റ്റാൻഡ് മുകളിലേക്ക് പൊങ്ങിയും വരുന്നുണ്ട്. ഇത്രയാണ് ടോട്ടലി നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ ഹൈറ്റ്. ഇതിലെ ഹൈറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ 5 അടി സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെ ടാങ്ക് കൊടുക്കാൻ സാധിച്ചാൽ അത്രയും പ്രഷർ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഓൾറെഡി ചരിവാർക്കി ആയതുകൊണ്ട് നമുക്ക് ആ ഹൈറ്റ് അത്രയും നമുക്ക് ഉള്ളത് കൊണ്ടാണ് അതേപോലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.